മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമക്കൾ, ഈ പ്രഭാതത്തിൽ വിശുദ്ധ മർക്കോസ് അറിയിച്ച നമ്മുടെ കർത്താവ് മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം 11-ാം അധ്യായം 25-ാമത്തെ വാക്യം നമുക്ക് ധ്യാനിക്കാം. സെയിന്റ് മാർക്സ് ഗോസ്പൽ ചാപ്റ്റർ 11 വേഴ്സ് 25. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് ആരോടെങ്കിലും എന്തെങ്കിലും വിരോധമുണ്ടെങ്കിൽ അത് ക്ഷമിക്കുവിൻ. ശാസ്ത്രത്തിന് അനശ്വര സംഭാവനകൾ നൽകിയ ഐസക് ന്യൂട്ടനെ ഒരാൾ അത്താഴത്തിന് വീട്ടിലേക്ക് വിളിച്ചു. ക്ഷണപ്രകാരം ന്യൂട്ടൻ വീട്ടിലെത്തി. ന്യൂട്ടന് അത്താഴം നൽകിയ ശേഷം സുഹൃത്ത് മറ്റെന്തോ ആലോചിച്ച് ബെഡ്റൂമിലേക്ക് പോയി. ന്യൂട്ടന്റെ കാര്യം അയാൾ ഓർക്കുന്നത് പിറ്റേന്ന് പ്രഭാതത്തിലാണ്. ഉടൻ തന്നെ അയാൾ ഭക്ഷണമേശയ്ക്കടുത്തെത്തിയപ്പോൾ ന്യൂട്ടൻ വിളമ്പി വെച്ച ഭക്ഷണത്തിന് മുൻപിൽ ചിന്താമഗ്നനായിരിക്കുന്നത് കണ്ടു. സുഹൃത്ത് ക്ഷമാപണം നടത്തി. അയാൾ പറഞ്ഞു, സ്നേഹിത, ക്ഷമിക്കണം, ഞാൻ ഇന്നലെ താങ്കളെ ക്ഷണിക്കാതെ നിദ്രയ്ക്കായി പോയി. ചുറ്റും അമ്പരപ്പോടെ നോക്കിയ ന്യൂട്ടൻ താൻ എങ്ങനെയാ വീട്ടിൽ വന്നു പെട്ടു എന്നോർത്തെടുക്കാൻ പാടുപെടുകയായിരുന്നു. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മള് ദൈവത്തിന് തിരുമുമ്പാകെ പ്രാർത്ഥനയിലായിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്തെങ്കിലുമൊക്കെ കുറവുകളും കുറ്റങ്ങളും ഒക്കെ മറ്റുള്ളവരെ കുറിച്ച് നമുക്കുണ്ടാവാം. എന്നാൽ അത് മറന്നു കളയാനുള്ള, അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല എന്ന് കരുതുവാനുള്ള ഒരു മനോഭാവം നമ്മൾ ഉൾക്കൊള്ളുമ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ പ്രാർത്ഥന സഫലമാവുക. നമ്മുടെ അനുദിന ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയിട്ട് ഒരുപക്ഷെ എനിക്ക് ആരോടെങ്കിലുമൊക്കെ ഭിന്നതയോ അസ്വസ്ഥതയോ ഉണ്ടെങ്കിൽ അവ നീക്കിക്കളയുവാൻ നമുക്ക് ഏവർക്കും കഴിയട്ടെ. ദൈവം അതിനെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരിക്കും, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.